ഇടുക്കി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ടുള്ള പ്രചരണാർത്ഥം മിനി മാരത്തൺ സംഘടിപ്പിച്ചു. കായിക മേഖലയോടുള്ള അഭിരുചി കുട്ടികളിൽ വളർത്തുന്നതോടൊപ്പം അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിൽ പൊലിയരുതെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ് പാരൺ 2024 എന്ന പേരിൽ മിനി മാരത്തോണും ഫൺ മാരത്തോണും നടത്തിയത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരത്തോൺ കല്ലാർകുട്ടി പാലത്തിൽ നിന്നുമാണ് ആരംഭിച്ചത്. അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. മിനി മാരത്തോൺ അടിമാലിയിലെത്തിയ ശേഷം 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോൺ നടന്നു. അടിമാലിയിലെ വിശ്വദീപ്തി പബ്ലിക് സ്കൂളിനോടൊപ്പം മോട്ടോർ വാഹന വകുപ്പും ഒത്തുചേർന്ന് മോട്ടോർ വാഹന വകുപ്പിലെ 20ഓളം ജീവനക്കാരും സ്കൂളിലെ കുട്ടികളും പൊതുജനങ്ങളും ഉൾപ്പെടുന്ന 300ഓളം വരുന്ന ആളുകൾ അടിമാലി ടൗൺ കവർ ചെയ്ത് വിശ്വദീപ്തി സ്കൂളിൽ അവസാനിക്കുന്ന ആ ഒരു സെഗ്മെന്റ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഇത് വളരെ വിജയമായിരുന്നു. ഇത് ജനങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക, റീൽസ് എടുക്കുക വഴി സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും അപകടപ്പെടുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കുക, റീൽസ് അല്ല ജീവിതം എന്നുള്ള ഒരു സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ആ ഒരു ഫൺ റണ്ണിന്റെ അതേപോലെ മിനി മാരത്തോണിന്റെ ഒരു ലക്ഷ്യം. അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന് സമീപത്തും ആരംഭിച്ച ഫൺ മാരത്തോൺ RTO KK രാജീവ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇരു മാരത്തോണുകളുമായി 200-ലധികം പേരാണ് പങ്കെടുത്തത്. മാരത്തോണിന് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ നിരവധി മുഖ്യാതിഥികൾ പങ്കെടുത്തു. 1ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും 2ാം സ്ഥാനത്തിന് 10,000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 5,000 രൂപയുമാണ് പാരിതോഷികമായി ഒരുക്കിയിരുന്നത്. കൂടാതെ 10 വരെയുള്ള സ്ഥാനങ്ങൾക്ക് കാശ് പ്രൈസും ക്രമീകരിച്ചിരുന്നു. ജയ് ഹിന്ദ് ന്യൂസ്, ഇടുക്കി.